ഹലോ ഗൈസ്. അപ്പൊ ഇന്ന് പദവിയിൽ വിപരീതമായിട്ട് മെഹനാണ് ഹലോ ഗൈസ് പറഞ്ഞേക്കണം. നമ്മള് ഇപ്പൊ ഒരു അടിപൊളി സ്ഥലത്തേക്ക് പോവാണ്. പോണ വഴി ഇവിടെ ഒരു ഫുഡ് കഴിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്, ഒരു കള്ള് ഷാപ്പ്. അത് എവിടെയാണെന്ന് ഞാൻ അന്വേഷിച്ചോണ്ടിരിക്കുക. കൂടപ്പുഴയുള്ള ഇപ്പൊ ഒരു അടിപൊളി കള്ള് ഷാപ്പാണ്. അടുത്തൊരു കിട്ടിലും ഫുഡ് കിട്ടണ ഒരു സ്പേസ് ആണിത്. എത്തി, ഇതാണ് നമ്മളുടെ കള്ള് ഷാപ്പ്. ക്ലോസ്ഡ് ആണല്ലോ. മീൻ കഴിക്കാം, സെറ്റ് ചെയ്യാം. ഇല്ല ഒന്നുമില്ല. ചാലക്കുടി അതിരപ്പള്ളി പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടപ്പുഴ കപ്പയുടെ കഴിഞ്ഞിട്ടുള്ള ഈ കള്ള് ഷാപ്പിൽ ഒന്ന് കേറിക്കോട്ടോ. കിട്ടില്ല ഫുഡാണ്, ഫാമിലീസ് എല്ലാരും വരുന്നുണ്ട്, അടിപൊളിയാണ് കേട്ടോ. അപ്പൊ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാ 3 ദിവസം എന്താ പറയാ ഭയങ്കരമായിട്ട് പണിയെടുത്ത് ഭ്രാന്തളകി കേണം. നന്നായിട്ട്. മെഹന് ഇവിടെ ഉണ്ടായിരുന്നില്ല, മെഹന് തിരുപ്പതിയിലായിരുന്നു 3 ദിവസമായിട്ട്. അപ്പൊ അങ്ങനെ കാര്യങ്ങള് ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളായിരുന്നു. അപ്പൊ ഇന്ന് ദുഃഖവെള്ളി ആയതുകൊണ്ടും നന്നായിട്ട് ഈ ജോലി കാരണമുണ്ട്. തിരുപ്പതി വിശേഷങ്ങൾ എങ്ങനെയുണ്ട് മെഹനു? കാര്യങ്ങള് തിരുപ്പതി അടിപൊളിയാണ്. ഇപ്രാവശ്യം പോയപ്പോ തിരുപ്പതി അമ്പലത്തില് പോയി. ജസ്റ്റ് ആ കോമ്പൗണ്ടില് അവിടുന്ന് തിരുപ്പതിയിലെ കോളേജ്. അപ്പൊ കോളേജിന്റെ അവിടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കിട്ടും. 1 മണിക്കൂറിന്റെ അടുത്ത് ട്രാവലിംഗ്. ഫ്രണ്ട്സിന്റെ കൂടെ പോയി കോമ്പൗണ്ട് ഒക്കെ കണ്ടു. തിരുപ്പതി ലഡു കഴിച്ചു, ലഡു കാണിച്ചു. എക്സാം ഒക്കെ കഴിഞ്ഞു. തിരുപ്പതി ലഡു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 50 രൂപയ്ക്ക് ഇത്ര ഉള്ളത്, 200 രൂപയ്ക്ക് ഭയങ്കര ഒരു വലുത്. പക്ഷെ അതിന്റെ ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റിയാ. അപ്പൊ വാസുവേട്ടന്റെ കടയും തുറന്നിട്ടില്ല. അവിടെ വാസുവേട്ടന്റെ കടയത്തിൽ അത് തുറന്നിട്ടില്ല. നമുക്കപ്പോ വേറെ എവിടെ എന്തെങ്കിലും ഫുഡ് അടിച്ചിട്ട് പോവാം, അതാ നടക്കുള്ളൂ. ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് കടകളൊന്നും തുറന്നിട്ടില്ല. അപ്പൊ തപ്പി പിടിച്ച് എവിടേക്ക് ഒരു ഷാറാണോ ഭാഗങ്ങളിൽ എത്തിയിട്ട് അവിടെ ചോറ് കഴിക്കണം. വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു. ബാഗ് എവിടെ വെച്ചോ? അവിടെ ഓക്കെ. ബട്ടർ നാനും പനീറും പറഞ്ഞിട്ട് അത് കഴിക്കാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ റിസോർട്ട് വരുന്നത് അതിരപ്പള്ളി പോകുന്ന വഴി ചക്രവാണി വളവ് എന്ന് പറയും. ആ വളവിലാണ് ഈ റിസോർട്ട് വരുന്നത്. ഈ വളവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ വളവാണ്. ഇപ്പൊ ചക്രവാണി വളവിൽ നിന്ന് വലത്തോട്ട് റിവർ റൈൻ റിസോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാവും. ആ വഴി അങ്ങോട്ട് പോയാൽ മതി. അപ്പൊ ഇങ്ങനത്തെ ഒരു റൂട്ടാണ്. വിരിപ്പാറ എന്ന് പറഞ്ഞ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഹിഡൻ ഏരിയ ആണ്. ഇപ്പൊ അത് പുറത്തേക്കൊക്കെ ആൾക്കാർ അറിഞ്ഞു തുടങ്ങി. അതിരപ്പള്ളി പോകുന്നവര് ഈ വിരിപ്പാറ കേറിയിട്ട് അതിരപ്പള്ളി പോവാം. ഇപ്പൊ അതിരപ്പള്ളിക്കും എല്ലാരും 1 ഡേ ഡെസ്റ്റിനേഷൻ ഒക്കെ വെച്ചേക്കണേ. പക്ഷെ അതിരപ്പള്ളിക്ക് 2 ദിവസത്തിലുള്ള ഡെസ്റ്റിനേഷൻ ഉണ്ട്. ഈ വിരിപ്പാറ തന്നെ ഒരു ദിവസം ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാം. കാരണം സേഫ് ആയിട്ടുള്ള ഒരു റിവറാണ് ഇവിടെ ഉള്ളത്. അതിരപ്പള്ളിയിൽ ഒന്നും ഇപ്പോ പഴയ പോലെ ഇറക്കുന്നില്ല വെള്ളത്തിലൊന്നും. ഭയങ്കര റെസ്ട്രിക്ഷനും കാര്യങ്ങളാണ്. ഇവിടെ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല. ഇതിന്റെ തൊട്ടടുത്ത് 2-3 റിസോർട്ട് ഉണ്ട്. അതിലെ ഏറ്റവും നല്ല റിസോർട്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ പേഴ്സണലി അവിടെ പോയി താമസിച്ചിട്ടുള്ളത് കൂടിയാണ്. ഞാൻ ഭയങ്കര ഇമോഷണലി കണക്റ്റഡ് ആണ് ആ റിസോർട്ടില്. കാരണം അവിടുത്തെ സ്റ്റാഫൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയാണ്. നമ്മുടെ റിവർ റൈൻ റിസോർട്ടിലേക്ക് നമ്മൾ കയറുകയാണ്. ഇതാണ് നമ്മുടെ റിവർ റൈൻ റിസോർട്ട്. ഇവിടെ നല്ല വിശാലമായ കാർ പാർക്കിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ കാറ് പാർക്ക് ചെയ്യാം. അപ്പൊ ഇത് നമ്മുടെ റിവർ റൈൻ റിസോർട്ടിലേക്ക് എത്തി. ഇതാണ് ഞാൻ പറഞ്ഞ പ്രോപ്പർട്ടി. ഈ ചൂട് സമയത്ത് ബെസ്റ്റ് ഓപ്ഷനാണ്. എന്താ പറയാ, വെക്കേഷനൊക്കെ വരാൻ പോവാണ്. അടിച്ചു പൊളിക്കാൻ പറ്റിയ പ്രോപ്പർട്ടിയാണ്. അവിടെ റൂംസ് ഉണ്ട്, ഇവിടെ റൂംസ് ഉണ്ട്. തൊട്ടപ്പുറത്ത് അടിപൊളി റിവർ ഉണ്ട്, പിന്നെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളെല്ലാം ഉണ്ട്. എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പോൾ രാകേഷ് ഏട്ടൻ ഇവിടെ ഉണ്ടോയെന്ന് ഒന്ന് നോക്കണം. രാകേഷാ, നമസ്കാരം. അവിടെ നമ്മുടെ രാകേഷ് ഏട്ടൻ ഉണ്ട്. അപ്പോൾ ഇതാണ് രാകേഷ് ഏട്ടൻ, റിവർ റെയിൻ്റെ ഓൾ ഇൻ ഓളാണ്. അപ്പോൾ ഞങ്ങൾ മുന്നേ പരിചയമുണ്ട് രാകേഷ് ഏട്ടനെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരു അടിപൊളി സ്റ്റാഫ് ഉണ്ട്. ഈ പുള്ളിയാണ് ആ സ്റ്റാഫ്. അപ്പോൾ അതേ നമുക്ക് നമ്മുടെ സ്വിമ്മിംഗ് പൂളിലേക്ക് പോവാം. ഞാനിന്ന് റൂം എടുക്കാനൊന്നല്ല വന്നേ. ഞാൻ ജസ്റ്റ് ഒന്ന് സ്വിമ്മിംഗ് പൂളൊന്ന് ചിൽ ഔട്ട് ചെയ്യാൻ വേണ്ടി മാത്രം വന്നതാണ്. ഞാൻ പറഞ്ഞ നമ്മുടെ വിരിപ്പാറ വെള്ളച്ചാട്ടം ഇതവിടെയാണ്. അവിടെ ചെറിയ ചെറിയ രീതിയിലാണ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, വലിയ രീതിയിലൊന്നുമല്ല. അപ്പം മെഹനു വിരിപ്പാറ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് മെഹനുൻ്റെ അഭിപ്രായം? വിരിപ്പാറ ആണോ?
സ്വിമ്മിംഗ് പൂള് കണ്ട കിളിപ്പ് നമ്മൾ മാത്രമുള്ളൂ എങ്ങനെയിട്ട്. അപ്പൊ ഈ സ്വിമ്മിംഗ് പൂളിലേക്ക് വന്നേക്കുന്നതാണ്. ഇവിടുന്ന് അടിപൊളി വ്യൂ പോയിന്റ് ആണ്. ആഴം കുറവാ ഗൈസ്. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറി സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടാൻ നിൽക്കാണ്. അപ്പോൾ ഇത്രയും നാളത്തെ ചൂടിനൊടുവിൽ ചെറിയൊരു മഴ അവിടെ പെയ്യുന്നുണ്ട്. ശബ്ദം കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടോ, ഇവിടെ ഒരു ബേബി പൂളുണ്ട്, പിന്നെ ഇവിടെ ഒരു മെയിൻ പൂളുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം. അപ്പോൾ അടിപൊളിയാണ്. പിന്നെ വെള്ളത്തിൽ ഡൈവ് ചെയ്യരുത് സ്വിമ്മിംഗ് പൂളിൽ. എനിക്ക് ആഴം അറിയണ കാരണം ഞാൻ ഡൈവ് ചെയ്ത് എനിക്കത് ഇഷ്യൂസ് ഇല്ല. അപ്പോൾ തകർക്കാം. എൻ്റെ ഫോണൊക്കെ നനഞ്ഞു കേട്ടോ. ഞാൻ ഇവിടെ ഫോണൊക്കെ വെച്ചേക്കുന്നത്, ഫോണൊക്കെ നീക്കി വെക്കണം. അപ്പോൾ മെഹനൂരെ എൻ്റെ തോളത്ത് കയറ്റി ഞാൻ ഇങ്ങനെ നടത്തി കൂട്ടിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ സ്വിമ്മിംഗ് പൂൾ, അപ്പുറത്ത് നമ്മുടെ റിസോർട്ട്. മെഹനു എങ്ങനെയുണ്ട് സ്വിമ്മിംഗ് പൂൾ വൈബ്? നല്ല വൈബാ, അടിപൊളിയാ. എന്റെ ഈ റിസോർട്ട് ഇഷ്ടപ്പെട്ടാ? നമ്മൾ മൂവ് ചെയ്യാണ്. നമുക്കൊരു ദിവസം ഈ റിസോർട്ടിൽ താമസിക്കാൻ വേണ്ടി വരാം. അപ്പോൾ ഈ റിസോർട്ടിൽ വെക്കേഷൻസിലൊക്കെയും അടിപൊളിയാണ്. നമുക്കൊരു ദിവസം വരാം. ഇവർ വിചാരിക്കും പെയ്ഡ് പ്രൊമോഷനാണ്. ഒരിക്കലും പെയ്ഡ് പ്രൊമോഷൻ ഇല്ല. ഞാൻ ഈ റിസോർട്ടായിട്ട് നല്ലൊരു ബന്ധം, അതുകൊണ്ട് അവരോട് പറഞ്ഞതാണ്. ഇങ്ങനെ കുറേ നേരം സ്വിമ്മിംഗ് പൂളിൽ തിമിർക്കായിരുന്നു. കുറേ ഗോപ്രോയുടെ അണ്ടർ വാട്ടർ വീഡിയോ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങൾ ക്യാമറയ്ക്കൊക്കെ ഓഫാക്കിയിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ. അങ്ങനെ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ നിന്നൊക്കെ കയറി ഫ്രഷായി പുതിയ ഡ്രസ്സൊക്കെ ഇട്ടു തിരിച്ചു പോകാനുള്ള സെറ്റപ്പാണ്. എങ്ങനെയുണ്ട് കുറച്ച് നേരത്തെ സ്വിമ്മിംഗ് പൂൾ സ്പെൻഡിങ്? അതായിരുന്നു. പിന്നെ നിങ്ങൾ അണ്ടർ വാട്ടർ വീഡിയോഗ്രാഫി ഉണ്ടല്ലേ, ഗോപ്രോയിൽ എടുത്തേ. ഈ ഗോപ്രോ ഇപ്പോൾ ഓൺ ആവുന്നില്ല, എന്തുകൊണ്ടാണെന്നറിയില്ല. വെള്ളം കയറിയിട്ടുണ്ട്, അത് നോക്കണം. ഇനി അരിയിലൊക്കെ ഇട്ട് വെള്ളത്തിൻ്റെ ഇത് കീർപ്പൊക്കെ എടുത്ത് കളയണം. കുറച്ച് കഴിഞ്ഞ് ശരിയാവായിരിക്കും. ഗോപ്രോ അങ്ങനെ കംപ്ലൈൻറ്റ് ആവാറില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അടിപൊളിയായിരുന്നു. ഒരു എന്താ പറയുക, സ്ട്രെസ്സൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രെസ് അടിച്ചിരിക്കുന്നവർക്ക് ഈ ജോലിക്കും കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി പറ്റിയൊരു സ്പോട്ടാണ് നമ്മുടെ ഈ റിവർ റെയിൻ റിസോർട്ട്. ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ നിന്ന് നേരെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ അടിപൊളി ഒരു വ്യൂ പോയിന്റ് ആണ്. അവിടെ നമുക്ക് കുളിക്കാൻ പറ്റും. ഈ റിസോർട്ടിന്റെ ഈ വഴി പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് കുളിക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ. ഇത് ഡേ ഇൻ മൈ ലൈഫ് ഒന്നല്ല. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഞങ്ങൾ രാവിലെ എഴുന്നേക്കും, കുളിക്കും, പ്രാഥമിക കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവള് ഓഫീസിൽ പോവും, ഞാൻ എൻ്റെ ജോലിക്ക് പോവും, കോടതിയിൽ പോവും. ഇത് ഞങ്ങൾ വൈകുന്നേരമാണ് കാണുന്നത്. ഞാൻ വൈകുന്നേരം ഷട്ടിലേക്ക് പോകും, വീട്ടിൽ വരും. ഇതാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് ഒന്ന് ഹോളിഡേ കിട്ടിയപ്പോൾ ജസ്റ്റ് ഒന്ന് വൈബടിച്ച അത്ര തന്നെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാലക്കുടി കാട്ടാവുക.